ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് വാട്ട് ഉപയോഗിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. അപ്പോൾ വാട്ട് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നുള്ളതും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് പോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പം വാട്ടിൻ്റെ മീനിങ് എല്ലാവർക്കും അറിയും. വാട്ട് എന്ന് വെച്ചാൽ എന്ത് എന്ന് തന്നെയാണ് അർത്ഥം അല്ലേ? എന്ത് എന്നാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം ചോദിക്കാം. നമ്മളെല്ലാവരും ചോദിക്കുന്നതാണ് ഇതെന്താണ് നമ്മൾ ചോദിക്കില്ലേ, ഇതെന്താണ് അല്ലെങ്കിൽ അതെന്താണ് എന്നൊക്കെ ചോദിക്കില്ലേ. എങ്ങനെ നമുക്ക് ചോദിക്കാം? വാട്ട് എന്ന് വെച്ചാൽ എന്ത് എന്നാണ്. വാട്ടിൻ്റെ കൂടെ നമ്മൾ ഈസ് ആണ് ചേർക്കേണ്ടത് കേട്ടോ. ഓക്സിലറി വെർബ് നമ്മൾ ഈ സാമാറിൽ നമ്മൾ ഈസ് ആണ് ചേർക്കുന്നത്. എന്താകുന്നു എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വാട്ട് ഈസ് ഇറ്റ്, വാട്ട് ഈസ് ഇറ്റ്, ഇതെന്താകുന്നു. ഈസ് എന്ന് വെച്ചാൽ ആകുന്നു എന്നാണ്. വാട്ട് എന്ത് എന്നാണ്. അപ്പോൾ വാട്ട് ഈസ്, ഇതെന്താകുന്നു. വാട്ട് ഈസ് ഇറ്റ് ഒരു ക്വസ്റ്റ്യൻ രൂപത്തിൽ വേണം നമ്മൾ ചോദിക്കാനായിട്ട് കേട്ടോ. വാട്ട് ഈസ് ഇറ്റ്, ഇതെന്താകുന്നു എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഇനി അതെന്താകുന്നു എന്ന് എങ്ങനെ ചോദിക്കാം? വാട്ട് ഈസ് ദാറ്റ്, വാട്ട് ഈസ് ദാറ്റ്, അതെന്താകുന്നു. ദാറ്റ് എന്ന് വെച്ചാൽ അത്. ഓക്കെ, ഇറ്റ് ഇത്. നമ്മൾ അടുത്തുള്ള വസ്തുവിനെ നമ്മൾ ഇറ്റ് എന്ന് അതുപോലെ ദിസ് എന്നും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ അടുത്താവുമ്പോൾ കുറച്ച് അകലത്തിലുള്ളതിനെ നമ്മൾ ദാറ്റ് എന്നിട്ടാണ് പറയുക. ദാറ്റ് അല്ലേ, അത് എന്ന് പറയുമ്പോൾ കുറച്ച് അകലത്തിലുള്ളത് കേട്ടോ. അപ്പോൾ വാട്ട് ഈസ് ദാറ്റ് എന്നാണ് പറയുക കേട്ടോ. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി അതെന്തായിരുന്നു എന്ന് എങ്ങനെ ചോദിക്കുക? ഇപ്പം നമ്മൾ ഇതെന്താകുന്നു എന്നാണ് ചോദിച്ചത്. ഓക്കെ, ഈസ് ഉപയോഗിച്ചിട്ട് ചോദിച്ചു. ഇനി അതെന്തായിരുന്നു എന്ന് എങ്ങനെയാണ് അപ്പം നമ്മൾ ചോദിക്കുക? എന്തായിരുന്നു അല്ലേ, ആയിരുന്നു എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ പാസ്റ്റിലുള്ള ഒരു കാര്യത്തെയാണ് നമ്മളവിടെ ചോദിക്കുന്നത് അല്ലേ. അതെന്തായിരുന്നു അല്ലേ, ആ ചാക്കിനകത്ത് എന്തായിരുന്നു, എങ്ങനെ നമുക്ക് ചോദിക്കാം? അതെന്തായിരുന്നു. വാട്ട് വാസ് ദാറ്റ് എന്നാണ് ചോദിക്കുക കേട്ടോ. വാട്ട് വാസ് ദാറ്റ്. ഓക്കെ, അതെന്തായിരുന്നു. അപ്പോൾ വാസ് ആയിരുന്നു, ഈസ് ആകുന്നു. ഓക്കെ, അപ്പോൾ വാട്ട് വാസ് ദാറ്റ്, അതെന്തായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മളെല്ലാവരും ചോദിക്കുന്നതാണ് വാട്ട് ഈസ് യുവർ നെയിം, എൻ്റെ പേരെന്താകുന്നു. വാട്ട് ഈസ് യുവർ നെയിം, ഈസ് ആണല്ലേ. ആകുന്നു എന്നാകുമ്പോൾ ഈസ്. വാട്ട് ഈസ് യുവർ നെയിം. വാട്ട് ഈസ് യുവർ അഡ്രസ്, നിൻ്റെ അഡ്രസ്സ് എന്താണെന്ന് ചോദിക്കാം അല്ലേ. വാട്ട് ഈസ് യുവർ അഡ്രസ്. ഇനി നമുക്ക് വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം. വാട്ട് ഡേ ഈസ് ഇറ്റ് ടുഡേ, എന്താണ് അർത്ഥം? ഇന്ന് ഏത് ദിവസമാണെന്ന് ചോദിക്കാം. വാട്ട് ഡേ, ഏത് ദിവസമാണ്. വാട്ട് ഡേ ഈസ് ആകുന്നു. ഇറ്റ് ടുഡേ, ഇന്ന് ഏത് ദിവസമാകുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഡേ ഈസ് ഇറ്റ് ടുഡേ, ഇന്ന് ഏത് ദിവസമാണ് അല്ലെങ്കിൽ ഇന്ന് എന്താ ദിവസം എന്ന് ചോദിക്കില്ല നമ്മൾ. വാട്ട് ഡേ ഈസ് ഇറ്റ് ടുഡേ എന്നാണ് ചോദിക്കുക കേട്ടോ. അതുപോലെ തന്നെ വാട്ട്സ് ദ ഡേറ്റ്, ഡേറ്റ് എന്താണെന്ന് ചോദിക്കില്ലേ. വാട്ട്സ് ദ ഡേറ്റ് എന്ന് വെച്ചാൽ ഇന്നത്തെ ഡേറ്റ് എത്രയാണ് അല്ലേ. വാട്ട് ഇസ് ദ ഡേറ്റ് ടുഡേ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഡേറ്റ് എന്നും ചോദിക്കാട്ട് വാട്ട്സ് ദ ഡേറ്റ് എന്താണ് അല്ലെങ്കിൽ ഡേറ്റ് എത്രയാണെന്ന് ചോദിക്കും. ഇനി വാട്ട് ടൈം ഈസ് ഇറ്റ്, സമയം എത്രയാണ്. വാട്ട് ടൈം ഈസ് ഇറ്റ് എന്നാണ് ചോദിക്കുക കേട്ടോ. വാട്ട് ടൈം ഈസ് ഇറ്റ്, സമയം എത്രയാകുന്നു എന്നാണ് അർത്ഥം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി നമുക്ക് വാട്ടിൻ്റെ കൂടെ തന്നെ ആർ എന്ന ഓക്സിലറി വെർബ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. വാട്ട് ആർ യു ഡൂയിങ്, വാട്ട് ആർ യു ഡൂയിങ്, നീ എന്താണ് ചെയ്യുന്നത് അല്ലേ. ആറ് വെച്ച് ചോദിക്കുമ്പോൾ എപ്പോഴും വെർബിനെ നമ്മൾ ING ഫോമിലേക്ക് ഇടണം കേട്ടോ. ING ഫോമിലാണ് നമ്മൾ ഇടേണ്ടത്. വാട്ട് ആർ യു ഡൂയിങ്, നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് അർത്ഥം കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ചോദിക്കാം വാട്ട് ഷീസ് ടോക്കിംഗ്, അവൾ എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വാട്ട് ഷീസ് ടോക്കിംഗ്, വാട്ട് ഷീ ഈസ് ടോക്കിംഗ്, അവൾ എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വാട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ സബ്ജക്റ്റിനെ കൊണ്ടുവരാവുന്നതാണ് കേട്ടോ. വാട്ട് ഷീ ഈസ് ടോക്കിംഗ്, അവൾ എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വാട്ട് ഷീ ഈസ് ഡൂയിങ്, അവൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാട്ട് ഷീ ഈസ് ഡൂയിങ്, വാട്ട് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് കൊണ്ടുവരിക. പിന്നെ ഈ സാമാറിൽ ഏതാണ്, ഇപ്പോൾ ഷീ ആയതുകൊണ്ട് നമ്മൾ ഏസ് ഉപയോഗിക്കുന്നു കേട്ടോ. ഷീ ആകുമ്പോൾ നമ്മൾ ഏസ് ഉപയോഗിക്കുന്നു. ഇനിയിപ്പോൾ ദേ ആണെങ്കിൽ അവിടെ ആറാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് കേട്ടോ. നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞു നോക്കാം. വാട്ട് ദേ ആർ ഡൂയിങ്, അവർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാട്ട് ദേ ആർ ഡൂയിങ്, വാട്ട് ദേ ആർ സ്റ്റഡിയിങ്, അവരെന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദേ ആവുമ്പോൾ ആറാണ് ഉപയോഗിക്കുക കേട്ടോ. പ്ലൂറൽ സബ്ജക്റ്റ് ആകുമ്പോൾ നമ്മൾ ആർ ഉപയോഗിക്കുന്നു. സിംഗുലർ സബ്ജക്റ്റായ ഹിയോ ഷിയോ ഒക്കെ ആണെങ്കിൽ ഈസ് ഉപയോഗിക്കുന്നു കേട്ടോ. ഓക്കെ, വാട്ട് ദേ ആർ സ്റ്റഡിയിങ്, വാട്ട് ദേ ആർ പ്ലേയിങ്, അവരെന്താണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് ചോദിക്കാവുന്ന കേട്ടോ. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ യു സബ്ജക്റ്റായിട്ട് വരികയാണെങ്കിൽ നമ്മൾ ആറാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഒരു എക്സാമ്പിൾ നോക്കാം. വാട്ട് യു ആർ ടോക്കിംഗ് എബൌട്ട്, നിങ്ങൾ എന്തിനെ കുറിച്ചിട്ടാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വാട്ട് യു ആർ ടോക്കിംഗ് എബൌട്ട്, നിങ്ങൾ എന്തിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ, വാട്ട് യു ആർ ഡിസ്കസിങ്, നിങ്ങൾ എന്താ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാട്ട് യു ആർ ഡിസ്കസിങ് എന്നാ ചോദിക്കുക കേട്ടോ.
ഓക്കെ, ഇനി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് വാട്ട് പ്ലസ് ഡു വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമ്മൾ സാധാരണ നമ്മൾ ഡെയിലി ടോക്കിൽ യൂസ് ചെയ്യുന്നതാണ് വാട്ട് പ്ലസ് ഡു വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസിലൂടെ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. വാട്ട് ഡു യു വാണ്ട് ടു ബി? വാട്ട് ഡു യു വാണ്ട് ടു ബി? നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹം? നമ്മൾ ചോദിക്കും നിങ്ങൾക്ക് ഭാവിയിൽ എന്താവാനാണ് ആഗ്രഹം അല്ലേ? നിങ്ങൾക്ക് ഭാവിയിൽ എന്താവാനാണ് ആഗ്രഹം എന്നൊക്കെ ചോദിക്കും നമ്മൾ. അപ്പോൾ നിനക്ക് എന്താവാനാണ് ആഗ്രഹം എന്നിങ്ങനെ ചോദിക്കുക. വാട്ട് ഡു യു വാണ്ട് ടു ബി? വാട്ട് ഡു യു വാണ്ട് ടു ബി? ഓക്കെ, വാട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഡു എന്ന ഓക്സിലറി വെർബ് കൊണ്ടുവരുന്നു, പിന്നെ നമ്മൾ സബ്ജക്റ്റിനെ കൊണ്ടുവരുന്നു കേട്ടോ. വാട്ട് ഡു യു വാണ്ട് ടു ബി? നിനക്ക് എന്താവാനാണ് ആഗ്രഹം? അതേപോലെ തന്നെ നമുക്ക് ചോദിക്കാം നിനക്ക് എന്ത് കഴിക്കാനാണ് ആഗ്രഹം എന്നിങ്ങനെ ചോദിക്കാം. വാട്ട് ഡു യു വാണ്ട് ടു ഈറ്റ് എന്ന് ചോദിച്ചാൽ മതി കേട്ടോ. വാട്ട് ഡു യു വാണ്ട് ടു ഈറ്റ്? നിനക്ക് എന്ത് കഴിക്കാനാണ് ആഗ്രഹം? വാട്ട് ഡു യു വാണ്ട് ടു ഡ്രിങ്ക്? നിനക്ക് എന്ത് കുടിക്കാനാണ് ആഗ്രഹം? ഓക്കെ, വാട്ട് ഡു യു വാണ്ട് ടു പ്ലേ? നിനക്ക് എന്ത് കളിക്കാനാണ് ആഗ്രഹം? അങ്ങനെ ചോദിക്കാം കേട്ടോ. വാട്ട് ഡു യു വാണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണോ ചോദിക്കുന്നത് ആ കാര്യം അതേപടി എടുത്തിട്ട് ചോദിക്കാം കേട്ടോ. അതിൻ്റെ ഫസ്റ്റ് ഫോമിൽ തന്നെ ചോദിച്ചാൽ മതി കേട്ടോ. വെർബിനെ ഫസ്റ്റ് ഫോമിൽ തന്നെ കൊണ്ടുവന്നാൽ മതി. വാട്ട് ഡു യു വാണ്ട് ടു പ്ലേ? നിനക്ക് എന്ത് കളിക്കാനാണ് ആഗ്രഹം? വാട്ട് ഡു യു വാണ്ട് ടു സിങ്? നിനക്ക് എന്ത് പാടാനാണ് ആഗ്രഹം എന്നൊക്കെ നമുക്ക് ചോദിക്കാവുന്ന കേട്ടോ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടേക്ക് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ സെൻറ്റൻസുകളിലൊക്കെ സബ്ജക്റ്റ് യു ആണല്ലോ വന്നതില്ലേ. അപ്പോൾ യു വന്നത് കൊണ്ടാണ് നമ്മളിവിടെ വാട്ട് കഴിഞ്ഞിട്ട് ഡു ഉപയോഗിച്ചത് കേട്ടോ. വാട്ട് ഡു യു എന്നാണ്. അപ്പോൾ ഇനി ഇവിടെ യുവിന് പകരം ഹിയോ ഷിയോ ഒക്കെയാണ് വരുന്നത് എങ്കിൽ നമ്മൾ ഡു അല്ല ഉപയോഗിക്കുക കേട്ടോ. ഡെസ് ആണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഡെസ് ആണ്. കാരണം ഹിയും ഷിയോ ഒക്കെ എന്താണ്, സിംഗുലർ സബ്ജക്റ്റ് ആണല്ലോ. അതുകൊണ്ട് നമ്മളിവിടെ ഡെസ് ആണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. നമുക്ക് രണ്ട് എക്സാമ്പിൾ നോക്കാം. വാട്ട് ഡസ് ഷീ വാണ്ട്? വാട്ട് ഡസ് ഷീ വാണ്ട്? അവൾ എന്താണ് ആഗ്രഹിക്കുന്നത്? അതുപോലെ തന്നെ വാട്ട് ഡസ് ഷീ വാണ്ട് ടു ബി? അവൾ എന്താവാനാണ് ആഗ്രഹിക്കുന്നത്? അവൾക്ക് എന്താവാനാണ് ആഗ്രഹം? വാട്ട് ഡസ് ഷീ വാണ്ട് ടു ബി? ഓക്കെ, അപ്പോൾ ഡസ് വരണമെങ്കിൽ സബ്ജക്റ്റ് എന്തായിരിക്കണം? സിംഗുലർ സബ്ജക്റ്റ് ആയിരിക്കണം. ഹിയോ ഷിയോ ഇറ്റൊക്കെ ആകുമ്പോൾ ഡസ് വരും. അല്ല യുവോ ദേയോ വിയോ ഒക്കെയാണ് സബ്ജക്റ്റായിട്ട് വരുന്നത് എങ്കിൽ അവിടെ എന്തായിരിക്കും? ഓക്സിലറി വെർബ് ഡു ആയിരിക്കും കേട്ടോ. അത് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ് സെൻറ്റൻസ് മേക്കിങ്ങിലൊക്കെ. പക്ഷേ എന്നാലും ഞാൻ ഒന്നും കൂടെ പറഞ്ഞു എന്ന് മാത്രം, നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല കേട്ടോ. അത് ശ്രദ്ധിക്കുക കേട്ടോ. ഡു ആവുമ്പോൾ സബ്ജക്റ്റ് പ്ലൂറൽ ആയിരിക്കണം. ഡസ് ആവുമ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആയിരിക്കണം. ഓർത്ത് വെക്കുക, ഒരിക്കലും നമ്മളിത് മറന്നു പോകാൻ പാടില്ല കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഇപ്പം നമ്മൾ വാട്ട് ഡു വെച്ചിട്ടും വാട്ട് ഡസ് വെച്ചിട്ടും ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കുക എന്നുള്ളത് പരിചയപ്പെട്ടല്ലോ. ഇനി നമുക്ക് ഇവിടെ ഡൂവിൻ്റെ പാസ്റ്റ് ഫോമായ ഡിഡ് വെച്ചിട്ട് എങ്ങനെ ചോദിക്കാൻ നോക്കാം. വാട്ട് ഡിഡ് വെച്ചിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നോക്കാം. വാട്ട് ഡിഡ് യു ഡു യെസ്റ്റർഡേ? ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡിഡ് യു ഡു യെസ്റ്റർഡേ എന്താണ് അർത്ഥം? ഇവിടെ ഡിഡാണ് വന്നത്, അത് പാസ്റ്റ് ആണ് അല്ലേ. നീ ഇന്നലെ എന്താണ് ചെയ്തത് എന്നാണ് അർത്ഥം. വാട്ട് ഡിഡ് യു ഡു യെസ്റ്റർഡേ? നീ ഇന്നലെ എന്താണ് ചെയ്തത് എന്നാണ് അർത്ഥം കേട്ടോ. വാട്ട് ഡിഡ് യു ഡു യെസ്റ്റർഡേ? ഇവിടെ ഡിഡാണ് വന്നത് കേട്ടോ. ഡിഡ് എന്ന് വെച്ചാൽ എന്താണ്? പാസ്റ്റ് ഫോമിനെയാണ് കാണിക്കുന്നത് കേട്ടോ. വാട്ട് ഡിഡ് യു ഡു യെസ്റ്റർഡേ? യെസ്റ്റർഡേ ഇന്നലെയാണ് അല്ലേ. ഇന്നലെ നീ എന്താണ് ചെയ്തത്? ഓക്കെ, ഇവിടെ ഡിഡ് ഓൾറെഡി പാസ്റ്റിനെ കാണിക്കുന്നത് കൊണ്ട് പിന്നെ വേർബിനെ ഡിഡോ ഡണ്ണോ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഡു അതിൻ്റെ ഫസ്റ്റ് ഫോമിൽ തന്നെ കൊണ്ടുവന്നാൽ മതി കേട്ടോ. ഡിഡ് ഓൾറെഡി ഇവിടെ പാസ്റ്റിനെ കാണിക്കുന്നത് കൊണ്ട് ഇവിടുത്തെ മെയിൻ വേർബായ ഡു ചെയ്യുക എന്നുള്ള വേർബിനെ നമ്മൾ ഒരിക്കലും പാസ്റ്റ് ഫോമിൽ എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. നെക്സ്റ്റ് എക്സാമ്പിളും കൂടെ നോക്കാം. വാട്ട് ഡിഡ് യു ഈറ്റ് യെസ്റ്റർഡേ? നീ ഇന്നലെ എന്താണ് കഴിച്ചത് എന്നാണ് അർത്ഥം. വാട്ട് ഡിഡ് യു ഈറ്റ് യെസ്റ്റർഡേ? ഈറ്റ് എന്ന് വെച്ചാൽ കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ കഴിച്ചത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഡിഡ് ഓൾറെഡി പാസ്റ്റിനെ കാണിക്കുന്നത് കൊണ്ട് നമ്മൾ ഒരിക്കലും മെയിൻ വെർബായ ഈറ്റ് നമ്മൾ ഒരിക്കലും പാസ്റ്റ് ഫോമിൽ കൊണ്ടുവരേണ്ട കേട്ടോ. ഈറ്റ് എയ്റ്റ് എന്നോ എയ്റ്റണെന്നോ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ഫോമിൽ തന്നെ കൊണ്ടുവന്നാൽ മതി കേട്ടോ. ഒരു എക്സാമ്പിളും കൂടെ പറയാം. വാട്ട് ഡിഡ് യു പ്ലേ? നീ എന്താണ് കളിച്ചത് എന്നാണ് അർത്ഥം. വാട്ട് ഡിഡ് യു പ്ലേ? ഡിഡ് വന്നതുകൊണ്ട് മീനിങ് എന്താണ്? എന്താണ് കളിച്ചത്, എന്താണ് ചെയ്തത്, എന്താണ് പറഞ്ഞത് എന്ന ഒരു അർത്ഥമാണ് വരിക കേട്ടോ ഡിഡ് ഉള്ളത് കൊണ്ട്. അപ്പോൾ വാട്ട് ഡിഡ് യു പ്ലേ? നീ എന്താണ് കളിച്ചത് എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ഡിഡ് പാസ്റ്റ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ മെയിൻ വെർബായ പ്ലേനെ പ്ലേഡ് എന്നാക്കേണ്ട ആവശ്യമില്ല കേട്ടോ.
റിപ്ലൈ എന്നെ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഞാൻ ക്വസ്റ്റ്യൻസ് പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഇപ്പം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്തല്ലോ. അപ്പോൾ അത് നിങ്ങളൊന്ന് ശരിക്കൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. എങ്ങനെയാണ് പറഞ്ഞത്, എന്താണ് ഡിഫറൻസ്, നിങ്ങൾ നോട്ട്ബുക്കിലേക്കൊന്ന് എഴുതിയിട്ടൊന്ന് നോക്ക് കേട്ടോ. ഈ ഡൂവും ഡെസ്സും ഡിഡും ഒക്കെ മാറിപ്പോവും അല്ലെങ്കിൽ. അപ്പോൾ ഒന്ന് ശരിക്കും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക, ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അപ്പോൾ 1-2 സെൻറ്റൻസുകൾ അല്ലെങ്കിൽ 1-2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് സെൻഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് വീണ്ടും കാണാം. താങ്ക്